ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റവ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിസ്തയാണ്. അപ്പോൾ പിസ്തയുടെ അളവ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു 10-15 എണ്ണത്തിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിസ്ത ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് പിസ്ത തന്നെയാണ്. ഇല്ലെങ്കിൽ മാത്രം കശുവണ്ടി പരിപ്പ് ഉപയോഗിക്കാം. പക്ഷേ കശുവണ്ടി പരിപ്പ് ഉപയോഗിക്കാം നമ്മളൊരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്പിയുടെ ടൈമിൽ അത് കൂടി പറഞ്ഞു തരാം. അപ്പോൾ പിസ്ത ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 10-15 പിസ്ത എടുത്ത് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് ഞാനൊരു 15 മിനിറ്റിനടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചു. അപ്പോൾ കശുവണ്ടി പരിപ്പാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം അരച്ചെടുക്കണം. അപ്പോൾ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെള്ളം നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ നമ്മൾ ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കണം. അതായത് നമ്മൾ ചില റെസിപ്പിയിൽ പകുതി പാൽ പകുതി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഫുള്ളായിട്ട് പാൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒട്ടും വെള്ളം ചേർക്കാതെയുള്ളതാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാൽ നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. 2-3 ഏലക്കയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ പാല് പകുതിയാകുന്ന രീതിയിൽ, അതിൻ്റെ നേർ പകുതിയാകുന്ന രീതിയിൽ ഇതിനെ വറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു രുചി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതൊരു ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയാണ്. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത്രയധികം രുചിയുണ്ടാകും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടും കൂട്ടി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാല് വറ്റി വരുന്ന സമയം കൊണ്ട് മറ്റൊരു ബൗളിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവയുടെ അളവ് കൂടുതൽ വേണ്ട. 2 ടേബിൾ സ്പൂൺ മാത്രം മതി. 1/2 ലിറ്റർ പാലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ 1 ലിറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ റവ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഒത്തിരി വെള്ളം കൂടി പോകണ്ട. റവ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. കാരണം വെള്ളം പെട്ടെന്ന് തന്നെ റവ വെള്ളം വലിച്ചെടുത്തിട്ട് വീണ്ടും അത് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം മാത്രം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം. ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ഒരു ഇത്തിരി വെള്ളം മാത്രം കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ റവയൊക്കെ മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ഉള്ളത് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം കണ്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാല് വറ്റിച്ചെടുത്ത് ഒത്തിരി അധികം റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് കുറുക്കിയെടുക്കുന്ന സമയത്ത് എപ്പോഴും പാലിൻ്റെ ക്രീമി ഇങ്ങനെ തെളിഞ്ഞ സൈഡിലൂടെയൊക്കെ വരുന്നത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാകും. പാല് വറ്റിച്ചെടുക്കുമ്പോൾ ചെറിയൊരു യെല്ലോ കളർ പോലെ വരുന്നുണ്ടാകും. അപ്പോൾ പാല് വറ്റിച്ചെടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാലൊക്കെ അത്യാവശ്യം കുറുകി, നിങ്ങൾക്ക് കാണാം പാല് നമ്മുടെ 1/2 ലിറ്റർ പാല് നന്നായിട്ട് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏലക്കായിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഈ പാല് കുറുകി വന്ന് ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് ആവുന്ന സമയത്ത് ഏലക്ക എടുത്ത് മാറ്റണം കേട്ടോ. അതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ റവ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. റവ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരിക്കലും പെട്ടെന്ന് അങ്ങ് കൂട്ടിയിടരുത്. കാരണം കട്ട പിടിച്ചു പോകും പെട്ടെന്ന്. അതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കും, മറ്റേ കൈ കൊണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവും കുറവ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഉപയോഗിക്കാം. ഇനി നല്ല സ്വീറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ഒത്തിരി ഉപയോഗിക്കേണ്ട. കാരണം ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുന്നതനുസരിച്ച് ആ ഒരു മധുരവും നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടും. റവയൊക്കെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പിസ്തയുടെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിസ്ത അരച്ചത് കൂടി ചേർക്കുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, പിസ്ത നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി അരച്ചതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ചേർക്കുന്ന ടൈഗറിൻ്റെ പിസ്ത എസൻസ് ഉണ്ടല്ലോ, അത് ഈ ഒരു സമയത്ത് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ഒരു പിസ്തയുടെ ഫ്ലേവറാണ് ഈ ഒരു ഫിർണിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവയും പിസ്തയുടെ മിക്സും എല്ലാം ചേർത്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുള്ളത് പോലെയുള്ളത്, ഇതൊരു ക്രീമി ആകുന്ന രീതിയിൽ നമ്മളൊന്ന് കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ റവയും പിസ്തയും ചേർത്താൽ വളരെ ഫാസ്റ്റായിട്ട് കണ്ടോ ഈ ഒരു പാകത്തിലോട്ടേക്ക് ഇത് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പക്ഷേ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇത് ശരിക്കും കാശ്മീരിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് കേട്ടോ. ഫിർണി, കോങ് ഫിർണി എന്നൊക്കെ പറഞ്ഞ, സാഫ്രോൺ ഫിർണി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ്. ഇത് ശരിക്കും ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുങ്കുമപ്പൂവും പാലിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് തന്നെ കോങ് ഫിർണിയാണ്, അതായത് സാഫ്രോൺ ഫിർണിയാണ്. അപ്പോൾ അതുകൊണ്ട് കുങ്കുമപ്പൂവ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒരു ഷെഫ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്പായിട്ടാണ് അദ്ദേഹം പിസ്ത മിക്സ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. ഫിർണി സാധാരണ മുന്നേയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നി നമ്മൾ ഈ പിസ്ത മിക്സ് ചെയ്തപ്പോൾ. അതുപോലെ കാഷ്യൂ നട്ട്സ് വെച്ച് ചെയ്തപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഇഷ്ടമായത് കൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചൂടോടുകൂടി വേണ്ടവർക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഇനി തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്തിട്ടുള്ളത്, ഇത് കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഒന്നുകിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് 1 മണിക്കൂർ തണുപ്പിക്കാം, അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല തിക്ക് ക്രീമി ആയിട്ടാണുള്ളത്. അപ്പോൾ അത് തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട്, അത്യാവശ്യം നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ടാകും. എന്നാൽ കുറച്ചൊരു ഒരു ക്രീമിൻ്റെ ഒക്കെ ആ ഒരു പോലെ ഉണ്ടാകും. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ പിസ്തയുടെ ഫ്ലേവർ എനിക്ക് തോന്നുന്നു, ഒരു പിസ്തയും സാഫ്രോണും കൂടിയുള്ള ആ ഒരു ഫ്ലേവർ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഫിർണി എന്ന് പറയുന്നത് പല രീതിയിൽ ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി തന്നെയാണ്. അപ്പോൾ ആ ഷെഫിൻ്റെ ടിപ്പ് അത്ര സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.